നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കേറ്റ ലിയോ ബലേഡിക്ക് പകരക്കാരനെ ഇപ്പോൾ അർജന്റീന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഡിഫൻസിലേക്കല്ല, മധ്യനിരയിലേക്ക് റീപ്ലേസ്മെൻറ്റ് വന്നേക്കുമെന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ കോച്ച് ലയണൽ സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്നത് സെൻറ്റർ ബാക്കിനെ തന്നെയാണ്. മാർക്കോസ് സെൻസി അർജന്റീന ടീമിൽ ഒഫീഷ്യലായിട്ട് കാര്യം ഇപ്പോൾ സെലക്ഷൻ അർജന്റീന അറിയിച്ചു കഴിഞ്ഞു. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഏറ്റവും പുതിയ ആ ഒരു റിപ്പോർട്ടിൽ അവർ അറിയിക്കുന്നത് ഇതാ, കോച്ച് ലയണൽ സ്കലോനി മാർക്കോസ് സെൻസിയെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. സീനിയർ ടീം ഡിഫൻഡർ മാർക്കോസ് സെൻസി ജോയിൻസ് ദി കോളപ്പ് ഓഫ് ഫുട്ബോളേഴ്സ് ഹു വിൽ കോമ്പീറ്റ് ഇൻ ദി ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം? അതായത് അർജന്റീനയിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് മധ്യനിരയിലേക്ക് താരത്തെടുക്കുമെന്നാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം ചോദിച്ചാൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ടാഗ്ലിയാഫിക്കോയുടെ പരിക്ക് അത് സെൻസിയെ സ്ക്വാഡിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തിൽ വളരെ കീ ആയി വർത്തിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഗാസ് നെഡൂലാണ്. ടാഗ്ലിയാഫിക്കോയുടെ കാര്യത്തിൽ ആദ്യ മത്സരത്തിന് അദ്ദേഹം ഡൗട്ട്ഫുള്ളാണ്. അൾജീരിയക്കെതിരെയുള്ള അർജന്റീനയുടെ ആദ്യ മത്സരം ഒരു പക്ഷേ ടാഗ്ലിയാഫിക്കോക്ക് നഷ്ടമായേക്കുമെന്നുകൂടി ഗാസ് നെഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഡിഫൻസിൽ വീണ്ടും പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് കോച്ച് മറ്റൊരു ഡിഫൻഡറെ സ്ക്വാഡിലേക്ക് എടുക്കുന്നത്. മാർക്കോസ് സെൻസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 29കാരനായിട്ടുള്ള താരം ബേൺമൗത്തിന് വേണ്ടി ആണ് ഏറ്റവും ഒടുവിൽ കളിച്ചുകൊണ്ടിരുന്നത്. അർജന്റീനയ്ക്ക് വേണ്ടി ഇതുവരെ 3 അന്താരാഷ്ട്ര മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ഏതായാലും ഇതാ സെൻറ്റർ ബാക്കിനെ തന്നെ സ്ക്വാഡിലേക്ക് എത്തിച്ചിരിക്കുന്നു ലയണൽ സ്കലോനി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.